ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ എൻ്റെ അളവുകൾ തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. ബൈസെപ്പ് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അളവുകൾ വരുന്നത്. ആം ഹോൾ റൗണ്ട് 16ഉം ബൈസെപ്പ് 13 ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയുള്ളൊരു അളവിൽ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അളവുകൾ ചേർക്കണം. അപ്പോൾ നമ്മുടെ ആം ഹോൾ റൗണ്ട് 16ആണ്. 16ൻ്റെ പകുതി 8 ഇഞ്ച്. അപ്പോൾ നമ്മൾ വിചാരിക്കും 8 ഇഞ്ചാണ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചേർക്കേണ്ടത്. എന്നാൽ അതല്ല, ഈ ബൈസെപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം. ബൈസെപ്പ് എന്ന് പറയുന്ന ഒരു അളവുണ്ട്. അതെങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ വരച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് ഷോൾഡർ, ഇത് കൈ, ഇത് ബോഡി. ഓക്കെ. അപ്പോൾ നമ്മൾ ആം ഹോൾ എങ്ങനെ അളക്കുക? ഇവിടുന്ന് ചുറ്റിയിട്ട് അപ്പുറത്തേക്ക് വന്നിട്ട് അങ്ങനെ ആം ഹോൾ അളക്കും. ബൈസെപ്പ് എന്ന് പറയുന്നത് ഇവിടുന്നൊരു 3-3.5 ഇഞ്ച്, അതായത് നമ്മുടെ ഈ ഒരു കക്ഷം ഉണ്ടല്ലോ, അതായത് ഈ ആം ഹോൾ റൗണ്ട് ഇവിടെ ഇട്ടിട്ടാണല്ലോ അളക്കുക, ഇങ്ങോട്ടൊന്നും ഇട്ടിട്ടല്ലല്ലോ അളക്കുക. അപ്പോൾ ആം ഹോൾ റൗണ്ട് ഇവിടെ ഇട്ട് അളക്കുമ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് നേരെ, അതായത് കൈയുടെ മസിലിൻ്റെ മസിലിലേക്ക് വരും. ഇങ്ങനെ ഇവിടെ തന്നെ വെക്കണം, മാറി ഇങ്ങോട്ടൊന്നും ആയിപ്പോകരുത്. ഈ കക്ഷത്തിൽ തന്നെ വെച്ചിട്ട്, അതായത് ആം ഹോള് അളന്ന് അപ്പോൾ തന്നെ അവിടെ തന്നെ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ നേരെ മസിൽ അളക്കണം. ഓൾമോസ്റ്റ് എല്ലാവർക്കും 3-3.5 ആ റേഞ്ചിൽ തന്നെയാണ് ഇവിടത്തേക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടത്തേക്ക് അളക്കണം. ഇവിടുന്ന് ഈ കക്ഷത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് അളന്നാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ളൊരു ചുറ്റി വെച്ചിട്ടുള്ള അളവാണ് ബൈസെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അളവ്, ബൈസെപ്പിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് 13 ഇഞ്ചെന്ന്. ആം ഹോൾ റൗണ്ട് 8 ഇഞ്ചുമാണ്. ഇതാണ് ആം ഹോൾ റൗണ്ട്, അത് 8 ഇഞ്ചുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ലീവ് വെട്ടാന്ന് നോക്കാം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ബൈസെപ്പാണ്. ബൈസെപ്പ് എന്ന അളവാണ് നമുക്ക് സ്ലീവിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. അല്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏകദേശം വെച്ചിട്ട് വരക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ലൂസ് വരും. നമ്മൾ ചിലരുടെ ബോഡി കണ്ടില്ലേ, വണ്ണമുള്ള ബോഡി ആയിരിക്കും, എന്നാൽ കൈ ചെറിയതായിരിക്കും. എന്നാൽ ചെറിയ ബോഡിയുള്ളവർക്ക് കൈ വലുതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അളവ് എന്തായാലും എടുത്തേ പറ്റൂ. അങ്ങനെ അളവെടുത്തു കഴിഞ്ഞാലാണ് നല്ല കറക്റ്റായിട്ടുള്ള അളവിൽ കൈ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക, വെട്ടാൻ പറ്റുക. ഓക്കെ. അപ്പോൾ നമുക്ക് ബൈസെപ്പാണ് ഫസ്റ്റ് വേണ്ടത്. ബൈസെപ്പ് എന്ന് പറയുന്നത് എൻ്റെത് 13 ഇഞ്ചാണ്. അപ്പോൾ 13ൻ്റെ പകുതി 6.5. 13ൻ്റെ പകുതി 6.5 നമുക്ക് ഇവിടത്തേക്ക് അടയാളപ്പെടുത്താം. ഓക്കെ. അടയാളപ്പെടുത്തി. ഇനി അത് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയും ഇവിടത്തേക്കും 6.5 ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇവിടത്തേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ. ഇനി നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടാം. കൈ ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലം തയ്യൽ തുമ്പ് എത്ര ഇഞ്ച് നിങ്ങൾ വിടാറ് അതുപോലെ അവിടെ വിടുക. എന്നിട്ട് ഇതിൻ്റെ താഴെ നമ്മളിപ്പോൾ 3 ഇഞ്ച്, 3.5, 4 ഇഞ്ച്, 4.5 അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഓരോരാളുടെയും അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈസെപ്പ് ഇവിടെ ഉണ്ടല്ലോ, ആ ബൈസെപ്പ് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്, അതായത് 16 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 8 ഇഞ്ചാണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് 7.25 ഇഞ്ച് 7.25 ഇഞ്ച് എവിടെയാണ് വരിക എന്ന്
ഇവിടെ അടയാളപ്പെടുത്താം. 7.25. 8 ഇഞ്ചാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് 7.25. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. 7.25 ഇഞ്ചിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ഇവിടുന്ന് ഇപ്പോൾ 4 ഇഞ്ചാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി ഒരു സ്ട്രെയിറ്റ് ലൈൻ അവിടെ വരക്കാം. നിങ്ങളങ്ങനെ വരക്കണം എന്നൊന്നുമില്ല, പക്ഷെ ആദ്യമൊക്കെ അങ്ങനെ വരച്ചു കഴിഞ്ഞാലാണ് നല്ലത്. അതായത് കോണായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 1.25 ഇഞ്ചിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഒരു അടയാളം വയ്ക്കാം. എന്നിട്ട് അത് ജസ്റ്റ് അവിടെ അടയാളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എത്രയാണ്? 7.25 അല്ലേ? 7.25ൻ്റെ പകുതി ഇവിടെ അടയാളപ്പെടുത്തുക. അതിൻ്റെയും പകുതിയും ഇവിടെയും, അതായത് അതിനെ 4 ഭാഗമാക്കുക. ഓക്കെ, അതിനെ 4 ഭാഗമാക്കുക. ഒരു 1/2 ഇഞ്ചിൽ 4 ഭാഗമാക്കിയിട്ട് 1/2 ഇഞ്ച്, ഇവിടെ ഒരു 1/4 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. നമുക്ക് എപ്പോഴും അങ്ങനെ അത് തന്നെ ആവണമെന്നൊന്നും ഇല്ല. ഓക്കെ, കുറച്ചുകൂടി കഴിയുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമ്മളിവിടെ 1.25 ഇഞ്ചിൽ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് 1.25 ഇഞ്ചിൽ ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഈ ഒരു 1/4 ഇഞ്ചിലേക്ക് പോയിട്ട് ഇങ്ങനെ വരണം. ഓക്കെ, ഇങ്ങനെ വരണം. ഒരു 1/2 ഇഞ്ചിലും തട്ടി ഇവിടെ 1/4 ഇഞ്ചിൽ തട്ടിയിട്ട് താഴത്തോട്ടേക്ക്. ഇവിടുന്ന് ഈ ഒരു പോയിൻ്റിൽ നിന്ന് മുകളിലോട്ടൊന്നും ആകരുത്. ഇവിടുന്ന് ഈ ഒരു ഇതിലേക്ക് വരണം. ഈ ഒരു 1.25 ഇഞ്ചിൽ മുതൽ ഇങ്ങനെ വരണം. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് സെൻറ്റർ. നമ്മൾ ഈ ഒരു ലൈന് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയല്ലോ, അത് നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ താഴോട്ടേക്ക് അടയാളപ്പെടുത്താം. 1/2 ഇഞ്ചിൽ അത് അവിടെ 1/2 ഇഞ്ച് എന്തായാലും അടയാളപ്പെടുത്താം. 1/2 ഇഞ്ച്. ഓക്കെ, നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ തന്നെ പോയിട്ട് സെൻറ്ററിലേക്ക് വരാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ പോയി സെൻറ്ററിലേക്ക് വന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ചിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഫസ്റ്റ് മുതലേ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ബൈസപ്പാണ് ഇവിടത്തേക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പോയിൻ്റ്, അതായത് ഈ പോയിൻ്റിൽ നിന്ന് ഈ ബൈസപ്പ് എത്രയാണ് കിട്ടിയത് അവിടത്തേക്ക് നമ്മൾ ആം ഹോൾ റൗണ്ട് എത്രയാണ് കിട്ടിയത് അവിടത്തേക്ക് ഒരു ലൈൻ വരക്കുക. എന്നിട്ട് അതിനെ 4 ആക്കി ഭാഗിക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1.25 ഇഞ്ച് 1.5 ഇഞ്ച് 1.25 ഇഞ്ച് മതിയാവും. ആ 1.25 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുന്ന് തുടങ്ങി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടത്തേക്കൊക്കെ മുട്ടിച്ച് ഇവിടത്തേക്ക് ചേർത്ത് വയ്ക്കാം. ഓക്കെ, 1/2 ഇഞ്ചിലെടുത്തിട്ട് ഇവിടെ 1/4 ഇഞ്ചാണ് വേണ്ടത്. ഓക്കെ, അത് നമുക്കിനി ഈ ഫസ്റ്റൊക്കെയാണ് ഇങ്ങനെ 1/2 ഇഞ്ച് എന്നൊക്കെ, പിന്നെ അത് നമ്മൾ ഫ്രീ ഹാൻഡായി വരച്ച് പോകുമ്പോൾ നമുക്കത് ഏകദേശം സംഭവം മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഓക്കെ, ഇനി നമുക്ക് കുഴിച്ച് വെട്ടുന്ന കാര്യം, അതും ഇതിൻ്റെ സെൻറ്റർ, അത് ബാക്കി ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതിൻ്റെ സെൻറ്റർ ഈ ഭാഗത്തുള്ള ഈ ഒരു അടയാളം വെച്ചതിൻ്റെ 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് വന്ന പോലെ തന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് വന്ന് പിന്നെ ഈ സെൻറ്ററിലേക്ക് നമ്മൾ നേരെ പോയി ഇത് ഈ സെൻറ്ററിലേക്ക് വന്ന് അതിൽ നിന്ന് താഴോട്ടേക്ക് വന്ന് ഈ 1/2 ഇഞ്ചിൽ ഇവിടെ എപ്പോഴും 1/2 ഇഞ്ച് തന്നെയാണ്, 1/2 ഇഞ്ചിൽ ഇങ്ങനെ പോയിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ യോജിക്കുന്ന സ്ഥലമായിരിക്കണം. ഇവിടെ ഒന്ന് താഴത്തോട്ടേക്ക് ഒന്ന് മുകളിൽ അങ്ങനെയൊന്നും പാടില്ല. ഇവിടുന്ന് ഇവിടത്തേക്ക് യോജിക്കുന്ന സ്ഥലത്ത് അവിടെ വന്ന് മുട്ടിയിരിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എത്രയാണ് നമ്മുടെ കൈയുടെ നീളം ലെങ്ത്ത് നോക്കിയിട്ട്, അപ്പം ഞാനൊരു 9 ഇഞ്ച് നീളം എടുക്കുന്നുണ്ട്. എനിക്ക് എത്ര 3/4 സ്ലീവ് ആയാലും ഫുൾ സ്ലീവ് ആയാലും ഹാഫ് സ്ലീവ് ആയാലും ഞാൻ എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ല സ്ലീവ് ഫുൾ സ്ലീവിന് ഇത്ര ഇറക്കണം, ഹാഫ് സ്ലീവിന് ഇത്ര ഇറക്കണ്ടു, അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഞാനൊരു 5.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇവിടത്തേക്ക്
അടയാളപ്പെടുത്തിയേക്കാം. ഇനി നമ്മളിവിടെ സീം എത്രയാണെന്ന് വെച്ചാൽ 1.5 1.25 1 ഇഞ്ചാണോ അങ്ങനെ ഇവിടത്തേക്കും അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇവിടത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്കായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ മടക്കുമ്പോൾ ലെവലായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഇങ്ങനെ വെട്ടാൻ നേരം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് മടക്കി വെച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വന്നുകൊള്ളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്ലീവ് വെട്ടുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് അളന്ന് നോക്കാം. ഇത് നമ്മുടെ ബോഡി പാർട്ടുണ്ട്, ആ ബോഡി പാർട്ടിൽ വെച്ചിട്ടിങ്ങനെ, അതായത് ബാക്ക് സൈഡ് വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് അളന്ന് നോക്കാം, ഫ്രണ്ട് സൈഡ് വെച്ചിട്ട് ഈ ഭാഗത്തേക്കും അളന്ന് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് സ്ട്രെയിറ്റ് ലെവലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കണ്ടോ, നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഇവിടുന്ന് അളന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് 7.25 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമൊന്നും അത് കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും അത് അളന്നളന്ന് അല്ലെങ്കിൽ ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്ലൗസിൻ്റെതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലീവിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈസപ്പ് നമ്മൾ കറക്റ്റ് അളവാണല്ലോ നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതിൽ ലൂസൊന്നും ഞാൻ കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. കറക്റ്റ് അളവ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമ്മളിത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ വെട്ടിയിട്ട് കാണിച്ചു തരാം. ഞാനിങ്ങനെ തന്നെ മടക്കി വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് വെട്ടാം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നോച്ച് കൊടുക്കാം. ഈ സെൻറ്ററിൽ എന്തായാലും നോച്ച് കൊടുക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ തന്നെ വരും. അപ്പോൾ നമ്മൾ വെട്ടുന്നതാണെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യുക. പക്ഷെ അതുപോലെ ഇങ്ങോട്ടേക്ക് വേണം, എന്നാലേ നമുക്ക് മടക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ഭാഗം വെട്ടിയെടുക്കണം. അത് ഇതിലൂടെ പോയിട്ട് ചെറിയൊരു 1/4 ഇഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടം വരെ വെട്ടിയെടുക്കണം. ഞാനിതാ ഈ ഒരു ഭാഗമാണ്, ഇത്രയും ഭാഗമാണ് വെട്ടിയെടുത്തത്. ചെറിയ ഭാഗമൊക്കെ വെട്ടിയെടുത്താൽ മതി. എനിക്ക് അവിടെയൊക്കെ നന്നായിട്ട് ചുളിവൊക്കെ ഉണ്ടാവാറുണ്ട്, റിങ്കിൾസൊക്കെ വരും. അതുകൊണ്ട് ഞാൻ കുറേ ചെയ്ത് പഠിച്ചെടുത്തൊരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്ര വരെ നമ്മൾ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ കിട്ടും. നമുക്കുള്ള ഡൗട്ടാണ്, ഇവിടുന്ന് നമ്മൾ കറക്റ്റ് ബൈസപ്പാണ്, നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് കറക്റ്റ് ബൈസപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൂസ് വേണ്ടേ എന്നൊക്കെ ചിന്തിക്കും. ഓക്കെ, ലൂസ് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ലൂസ് കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പം ഞാൻ ആംഹോളിൻ്റെ ഭാഗത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഭാഗത്തൂടെ ആയിരിക്കും. അല്ല, ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഇതിലായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ബാക്ക് സൈഡിലും സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ലൂസ് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. പിന്നെയുള്ളത് ഈ ഫ്രണ്ട് ആം ഹോൾ ഉണ്ടല്ലോ, ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് വിടുമ്പോൾ ഇത്രയും നമ്മൾ ലൂസ് കിട്ടിക്കഴിഞ്ഞു. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ലൂസ് കാര്യങ്ങൾ വരുന്നതെന്ന്. ലൂസ് എന്തായാലും ഉണ്ടാവും, പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഈ ലൂസ് എന്ന് പറയുന്നത് ലൂസ് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് കൊടുക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആം ഹോളിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ ഇവിടെ വെട്ടിയാൽ മതിയാവും. അത് വെട്ടിയിട്ട് ഇവിടെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത് ലെവലായിക്കോളും. ഞാൻ എങ്ങനെയാണ് പ്രത്യേകിച്ചും ബ്ലൗസിനൊക്കെ അങ്ങനെ ചെയ്താലാണ് കറക്റ്റ് ഫിറ്റിൽ അവിടെ നിൽക്കും. അപ്പോൾ ഇത്രയും ഭാഗം മുറിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ എത്രയും ഭാഗം മുറിച്ച് കഴിഞ്ഞാലാണ് അവിടെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ കാര്യം പറയുമ്പോൾ അത് ക്ലിയറായിട്ട് ആം ഹോൾ എങ്ങനെയാണ് വിട്ടുക എന്നുള്ള കാര്യവും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ സ്ലീവിൻ്റെ കാര്യം നിങ്ങൾക്ക്
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.